ഒന്ന് എഴുന്നേൽക്കച്ചാ. എന്റെ മമ്മി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ, അതും ആനന്ദേട്ടൻ ഇരിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കണോന്ന് സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ വേറെ സ്ഥലം കിടക്കല്ലേ? അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം, അത്ര തന്നെ. അതെന്താന്നാ ചോദിച്ചേ? വസു, വേണ്ട. ആനന്ദേട്ടാ ഒന്നും മിണ്ടായിരിക്കും. എന്റെ മോളുടെ പേരില ഇപ്പൊ ഈ വീട് എന്ന് പറഞ്ഞ എന്റെ സ്വന്തം വീട്. എന്റെ വീട്ടിൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാ. വേണ്ടി വന്നാ ഇപ്പൊ വസുന്ധരേച്ചിയും ആനന്ദേട്ടനെയും ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറക്കി ഞാനും എന്റെ മോളും അവിടെ കയറി കഴിയും. കാണോ? ശ്യാമേ, നീ പറയുന്ന എല്ലാം കേട്ടില്ലേ? ഇനി എന്താ നിനക്ക് മറുപടി പറയാനുള്ളേ? ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ശ്യാമ കാരണം ഓഫീസിൽ ഇവർ തമ്മിൽ പൊരിഞ്ഞടി. സുരഭി പറയുന്നത് ശരിയാ. ഇതിപ്പോ അവരുടെ മോളുടെ വീടല്ലേ? മറ്റാരോടും ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ. ഈ വീട് സ്വത്തുമെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഒരു നിമിഷം എന്നെ ആനന്ദേട്ടനെ നീ ഓർക്കാത്തതെന്താ? ഇനി ഞാനും ആനന്ദേട്ടനും എന്റെ മക്കളും ഇവിടെ ഐശ്വര്യയുടെയും സുരഭിയുടെയും ആട്ടും തുപ്പും കേട്ട് കഴിയണോ അല്ലേ? കിട്ടില്ല, അതിനെന്നെ കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. പിന്നെ വസുന്ധര ഉണ്ടാവില്ല. എല്ലാരും ഓർത്തോ. ആനന്ദേട്ടൻ വന്നേ. ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ സൂക്ഷിച്ചോ ശ്യാമേ.